സൂര്യകിരൺ ക്ലീൻ എനർജി തൈക്കുടം ബ്രാഞ്ചിലാണ്. അതുപോലെ നമുക്ക് കാലിക്കറ്റിലും ഓഫീസ് വരുന്നുണ്ട്. കൂടാതെ ഓൾ കേരള 24 hours സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മുളന്തുരുത്തിയിലുള്ള ജോൺസന്റെ വീട്ടിലേക്കാണ്. നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് 15 വർഷം വാറണ്ടിയുള്ള ജർമ്മൻ ബ്രാൻഡായ ആക്സിടെക്കിൻ്റെ പാനലും അതുപോലെ തന്നെ 25 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള എൻഫേസിൻ്റെ IQ7A മൈക്രോ ഇൻവെർട്ടഡ് കൂടിയാണ്. ഇത്രയധികം കമ്പനീസ് ഉണ്ടായിട്ടും സാർ എന്തുകൊണ്ടാണ് സൂര്യകിരൺ ചൂസ് ചെയ്യാനുള്ള കാരണം? സൂര്യകിരണിനെ പറ്റി ഞാൻ ഇൻ്റർനെറ്റിലൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിവ്യൂസൊക്കെ കുറച്ചുകൂടെ ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി കമ്പയർ ടു അതർ കമ്പനീസ്. അപ്പോൾ ഞാൻ ആ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജൈവോ പ്രോജക്റ്റ് മാനേജരെയാണ് കിട്ടുന്നത്. അപ്പോൾ ജൈവോ പറഞ്ഞു ഞാനെന്നാൽ ഇവിടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ ജൈവോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റിക്വയർമെൻറ്റുകൾ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ജൈവോ ക്ലിയറായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു. അപ്പോൾ അവരുടെ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു. ഓഫീസ് ഇതുപോലെ തൈക്കുടത്താണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തൈക്കുടത്ത് ഒരു ദിവസം അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ടെക്നിക്കൽ ഡയറക്ടർ ഡെനിസ് സാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഡെനിസ് സാറ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഓപ്പണായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് 2-3 സൈറ്റ് കാണണമെന്ന് പറഞ്ഞു. വർക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ജൈവോ സാറിനെ എൻഗേജ് ചെയ്ത് എനിക്കൊരു 3-4 സൈറ്റുകൾ ഞാൻ പോയി വർക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പം അതും ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. സൂര്യകിരണിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ കുറച്ച് എനിക്ക് ഫ്ലെക്സിബിളായിട്ട് തന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈ ആയി. അത് ഇപ്പോൾ വർക്കിംഗ് ഫൈൻ നൗ അറ്റ് പെർസെൻറ്റ് എവറിത്തിങ് ഓക്കെ. ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് സൂര്യകിരൺ. ഇതാണ് നമ്മുടെ 6 കിലോവാട്ടിൻ്റെ സൂര്യകിരണിൻ്റെ പ്ലാന്റ് നമ്മളുടെ സ്റ്റാറിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചതാണ്. നമസ്കാരം സർ. നമസ്കാരം. സാറിൻ്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് ബിബിൻ. ഓക്കെ, നമ്മളുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു സൂര്യകിരൺ എന്ന് പറയുന്ന കമ്പനി? ബാക്കിയുള്ളവരിൽ നിന്നും എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസാണ് തോന്നിയത്? അത് ഞാൻ ഈ സോളാർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് കുറേ കമ്പനികളുടെ ലിസ്റ്റ് വന്നിരുന്നു. ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പല വീടുകളിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം അവരെ പല കമ്പനികളെ കോൺടാക്റ്റ് ചെയ്തു. ആ കൂടെ തന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റിൽ നിന്ന് നമ്മൾ മാക്സിമം ഐഡിയ എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഈ സൂര്യകിരണിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ അതാണ് സൂര്യകിരണിലേക്ക് ഞാൻ എത്താനുള്ള മെയിൻ കാരണം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ നമ്പർ എടുത്ത് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ അപേക്ഷിച്ച് എനിക്ക് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ചെയ്യുന്നത് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ഓഗസ്റ്റിൽ ഞാൻ എൻഫേസ് ചെയ്യുന്നു എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞാൻ കോൺടാക്റ്റ് ചെയ്തവരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞത് അന്ന് IQ7 ആണ് നിലവിൽ നിൽക്കുന്നത്. എല്ലാവരും പറഞ്ഞു IQ7 വെച്ച് തന്നെ നമുക്ക് ചെയ്യാം, അത് വളരെ നല്ല പ്രോസസ്സറാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. എനിക്കിതേക്കുറിച്ച് വലിയ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ എനിക്കറിയാം IQ8 വരികയാണെങ്കിൽ ഇപ്പോൾ 540 അല്ലെങ്കിൽ 550 പാനൽ വെച്ച് ചെയ്യുവാണെങ്കിൽ അത് വർത്താണ്. ട്രൂലി സ്പീക്ക് ബാക്കി എല്ലാവരും പറഞ്ഞു IQ8 വരാൻ ഒത്തിരി താമസിക്കും. അപ്പോൾ ഞാൻ കോൺടാക്റ്റ് ചെയ്ത് ജയ്ബുവിനാണ്. അപ്പോൾ ജയ്ബു ജെനുവിനായിട്ട് സംസാരിച്ചു. അതായിരുന്നു സൂര്യകിരൺ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. ജയ്ബു നേരെ പറഞ്ഞു 1 മന്തിനുള്ളിൽ ഇത് വരും, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് അത് ചെയ്യുന്നതാണ് വർത്ത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അതാണ്. അപ്പച്ചനാണ് നമ്മളുടെ ഈ ഒരു പാനൽ ഇവിടെ വെക്കുന്ന സമയത്തൊക്കെ ത്രൂ ഔട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അപ്പച്ചൻ എങ്ങനെ തോന്നിയത്? നമ്മളുടെ സൂര്യകിരണിൻ്റെ കസ്റ്റമർ സർവീസൊക്കെ എങ്ങനെയാണ് തോന്നിയത്? എനിക്ക് നല്ല അഭിപ്രായമാണ്. ഈ കമ്പനിയുടെ സ്റ്റാഫ് തന്നെ എല്ലാവരും നല്ല ആത്മാർത്ഥമുള്ള പണിക്കാരാണ്. എത്ര അപകടം പിടിച്ച സ്ഥലത്തായിരുന്നു അവിടെ വീഴുന്നവർ ഒത്തിരി പൊക്കമുള്ള അവിടെയൊക്കെ ശരിക്കും വർക്ക് ഏത് പ്രായം എനിക്കിപ്പോൾ 70 വയസ്സുള്ളതുകൊണ്ട് എനിക്ക് ഏത് രീതിയിലും അതിലൂടെ കയറി നടക്കാനുള്ള സംവിധാനം അവർ ചെയ്തേക്കണം. നല്ല രീതിയിലാണ് പണി മുഴുവൻ. അത് ആത്മാർത്ഥമായിട്ട് പണി. ഞാൻ സമയം നോക്കി എല്ലാവരും പറയുന്നത്. അവരവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥത്തോടുകൂടി സമയമല്ല, അവർ ആ പണി ഒരു ഉദ്ദേശം കണ്ട് തീർത്തിട്ട് വരുള്ളൂ. അത് ചെയ്തേക്കണ നല്ല രീതിയിലാണ്. അതുപോലെ തന്നെ സിംഗിൾ പേസ് ആയിരുന്നു
എൻ്റെ. അപ്പം ഈ കമ്പനിയാണ് വന്നതിന് ശേഷം 3 phase ആക്കി തന്നു. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ പണിയിനടുത്ത് ചുമ്മാ പോയി കണ്ടുകൊണ്ടിരുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും നടത്തി ഓടിച്ച് എല്ലാം ആക്കി തന്ന അവർ തന്നെയാണ്. അപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. സാധാരണ ഇവിടെ അടുത്ത് ഞാൻ കണ്ടാക്കണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മാസങ്ങളോളം കഴിഞ്ഞാൽ തീരുള്ളൂ. കാരണം ഒരു ദിവസം പണിതു, 2 ദിവസം കഴിയുമ്പോൾ പിന്നെ വീണ്ടും പോകും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഷാപ്പ് അപ്പുറം പോയി ഇപ്പുറം പോയി എന്ന് ഓരോ കാരണം പറഞ്ഞ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പണി തുടങ്ങിയപ്പോൾ തൊട്ട് തീരുന്ന ഒരു ആത്മാർത്ഥമായിട്ട് നിന്ന് പണിയെല്ലാം തീർന്ന് എല്ലാം പ്രവർത്തിച്ചതിന് ശേഷമാണ് അവർ മാറിയുള്ളൂ. അത് നേരെ എല്ലാവരും കോൺട്രാക്ടറും സ്റ്റാഫും എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അതിനെനിക്ക് വളരെ സന്തോഷം. രണ്ടുപേരും ഹാപ്പിയാണല്ലേ? അതെ. ഇതാണ് നമ്മളുടെ ജർമ്മൻ ബ്രാൻഡായ ആക്സിടെക്കിൻ്റെ പാനൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 25 years റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയുള്ള IQ8HC മൈക്രോ ഇൻവേർട്ടറാണ് ഇതിനകത്ത് വരുന്നത്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് പള്ളുരുത്തിയിലേക്കാണ്. ചേട്ടൻ അനിയന്മാരായിട്ടുള്ള പ്രദീപ് കുമാറും അതുപോലെ തന്നെ സൂരജ് ബാബു 2 പേരുമാണ് നമ്മുടെ ക്ലയൻസ്. ഒരാൾ വീഗാർഡിൻ്റെ ഇൻവേർട്ടറും അതുപോലെ തന്നെ മറ്റൊരാൾ നമ്മളുടെ IQ8ൻ്റെ ഇൻവേർട്ടറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ടറിയാം. നമ്മളിപ്പോൾ ഉള്ളത് സൂരജ് സാറിൻ്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പാനലിൻ്റെ കൂടെ വീഗാർഡിൻ്റെ സ്ട്രിങ് ഇൻവെർട്ടറാണ്. സാർ നമ്മളുടെ കമ്പനി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് നമ്മളുടെ കമ്പനിയെ പറ്റി അറിഞ്ഞത്? ഞാൻ പല കമ്പനികളെ പറ്റി ഇതിന് മുമ്പ് ആലോചിച്ചിരുന്നു. അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന പല വക്കീലന്മാരും ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ സോളാർ വയ്ക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. ഞങ്ങൾ അത് വലിയ ബില്ലൊന്നും വരാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് എൻ്റെ മോൻ ചോദിക്കാറുണ്ടായിരുന്നു. അതിലും ഇത് വയ്ക്കണം എന്നെനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. അതനുസരിച്ച് അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു നോട്ടീസ് ലെറ്റർ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അപ്പോൾ ആ നോട്ടീസിലെ ആ അഡ്വർടൈസ്മെൻറ്റിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് മതി എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇത് ജൈബോ ഉടനെ പ്രതികരിച്ചു. ജൈബോ ഉടനെ വരലും എൻ്റെ സംശയങ്ങളൊക്കെ ഓരോന്നിട്ട് പറഞ്ഞു. അത് ഏതാണ് മെച്ചമായിട്ട് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ അഡ്വൈസ് ഒക്കെ തന്നു കഴിഞ്ഞപ്പോൾ ഐ സാറ്റിസ്ഫൈഡ്. സാറ് റെക്കമെൻഡ് ചെയ്യുമോ നമ്മൾ സൂര്യകിരൺ? തീർച്ചയായിട്ടും സൂര്യകിരണല്ലേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. എൻ്റെ കൂട്ടുകാരോട് പലരോടും പറഞ്ഞിട്ടുണ്ട്, അവർ എന്നോട് ചോദിക്കാറുണ്ട്, പലരും എന്നോട് ആലോചിക്കാറുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ എൻ്റെ പെങ്ങളുടെ മകൻ്റെ അവൻ കുവൈറ്റിൽ നിന്ന് കുറേ വർഷം കഴിഞ്ഞ് ഓടിയിട്ട് വന്നേക്കണം. ഇവിടെ ഒരു പേരെയൊക്കെ തൊട്ടടുത്ത് തന്നെ. അവന് പറഞ്ഞിട്ട് അവനും അത് എൻ്റെ ഇത് വച്ചിട്ടുണ്ട്. ഇനി ചാൻസുകളുണ്ട്. ആ കാണുന്നത് സാറിൻ്റെ ബ്രദറിൻ്റെ വീടാണ്, പ്രദീപ് കുമാർ സാറിൻ്റെ. അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് Enphase-ൻ്റെ IQ8HC ഇൻവെർട്ടറാണ്. എൻ്റെ പേര് പ്രദീപ് കുമാർ. എൻ്റെ സ്ഥലം വീട് പള്ളുരുത്തി നട. അപ്പം നമ്മളുടെ സൂര്യകിരൺ എന്ന് പറയുന്ന നമ്മളുടെ ഈ കമ്പനിയിലോട്ട് എങ്ങനെയാണ് സാർ എത്തിപ്പെട്ടത്? ഇത്രയും അധികം കമ്പനീസ് ഉണ്ടായാലും എങ്ങനെയാണ് ഒരു ജേർണി, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്താണ്? സൂര്യകിരൺ ഞാൻ എത്തിപ്പെടുന്നത് എൻ്റെ അങ്കിളുണ്ട്, അഡ്വക്കേറ്റ് സുരാജ് ബാബു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം പുള്ളി പറഞ്ഞിങ്ങനെ സൂര്യകിരൺ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്, അപ്പോൾ അവർ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവരുടെ പ്രപ്പോസലൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഇവർ അവിടെ സംസാരിക്കാൻ വരുമ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ സൂര്യകിരണായിട്ട് പരിചയപ്പെടുന്നത്, ജൈബോ ആയിട്ടും പിന്നെ ജൈബോൻ്റെ കലീഗായിട്ടും. അതിനുശേഷം ഞങ്ങളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു. അവർ ഒരു അസസ്മെൻ്റ് നടത്തി, പിന്നെ പ്രോസസ്സുകളിലേക്കൊക്കെ നീങ്ങി വളരെ ക്വിക്കായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് ഏറ്റവും ഹാപ്പിയായി തോന്നിയത് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സോളാർ പാനൽ സിസ്റ്റത്തിൽ നിന്ന് മാറി ഇപ്പോൾ പുതിയൊരു ടൈപ്പ് വന്നത്. അപ്പോൾ അത് വെച്ചോളൂ, കാര്യം അപ്ഗ്രഡേഷൻസൊക്കെ ഈസി ആയിരിക്കും. IQ8 അത് പലപ്പോഴും പലയിടത്തും അത് കണ്ടിട്ടില്ല ഈ സർവീസ് ലെവൽ. അങ്ങനെ നല്ലതായിരുന്നു. അപ്പോൾ പിന്നെ അത് ഐ എം വെരി ഹാപ്പി. സോ അത് സെറ്റിട്ട് അങ്ങനെ പോയി. ഓക്കെ. അപ്പോൾ ഓവറോൾ നമ്മളുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. വളരെ നല്ല ഇൻ ദ സെൻസ്
നമുക്ക് എപ്പോൾ വേണേൽ അവരോട് എന്തും സംസാരിക്കാം. ഇപ്പം ഞാൻ ചില സമയത്ത് വൈകുമ്പോഴൊക്കെ അപ്സെറ്റ് ആയാലും അവർക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല. അവരത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും അവരുടെ സ്റ്റാഫ് ഫിക്സ് ചെയ്യാൻ വന്ന സ്റ്റാഫാണെങ്കിലും ഒരു എന്താ പറയുക ഒരു പ്രോബ്ലം ഇല്ലാത്ത വിധത്തിലാണ് അത് ഫിക്സ് ചെയ്യുക. അധികം ഡിസ്റ്റർബൻസ് ഇല്ലാതെ വീടാണല്ലോ, അപ്പോൾ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒക്കെ ഫിക്സ് ചെയ്ത് തന്നെ പോകുക. ഹാപ്പിയാണല്ലേ? തീർച്ചയായിട്ടും. കാര്യം എനിക്ക് തോന്നുന്നത് വളരെ ക്വിക്കായിട്ട് തന്നെ ഫ്രം എസ്റ്റിമേഷൻ, ഓഫർ എസ്റ്റിമേഷൻ, ഫിക്സിങ്, കംപ്ലീഷൻ അതെല്ലാം വളരെ ക്വിക്കായിട്ട് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് സൂര്യകിരൺ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി, വളരെ ഹാപ്പിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പറഞ്ഞു കേട്ടൊരു പേരാണ് ജെയ്ബോ എന്നുള്ളത് അല്ലേ? സോ തീർച്ചയായിട്ടും ജെയ്ബോ സാറും ഡെനിറ്റ് സാറുമാണ് നമ്മളുടെ മാനേജിങ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഡെനിറ്റ് സാറിനെ ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് മീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാനുള്ളത് ജെയ്ബോ സാറിനെയാണ്. കാണാം. ഹായ് സാർ. ടീം വർക്കാണ് ഇതിൻ്റെ മെയിൻ വിജയം എന്ന് വെച്ചാൽ. ഇപ്പം ഞാനും ഡെനിറ്റും വിജയിച്ചാൽ ഈ കമ്പനി ഓടില്ല. ഇതിൻ്റെ ഒരു വർക്ക് എന്ന് വെച്ചാൽ ടീം വർക്ക്, എൻജിനീയേഴ്സ്, സൂപ്പർവേഴ്സ്, ലേബേഴ്സ്, ഇങ്ങനെ ഒരു സ്കെയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഒരു വർക്ക് കിട്ടിയാൽ തന്നെ ഞങ്ങളിവിടെ പ്ലാനിങ്ങിനായിട്ട് മാത്രമേ ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് കൂടി അതിന് മാത്രമേ പ്ലാനിങ് ആയിട്ട് മാത്രമേ സൈറ്റിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഇതിൽ പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിക്കാതെ ഞങ്ങളെ തേടി വരുന്ന കുറേ കസ്റ്റമർ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു മാസം ഏകദേശം ഒരു 15-20ഓളം പ്രൊജക്റ്റ് നമ്മൾ ഓൾറെഡി തീർക്കുന്നുണ്ട്. സൂര്യകിരണിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഞങ്ങളൊരു വിൻഡ് മില്ല് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അത് പബ്ലിഷ് ചെയ്യാറായിട്ടില്ല. അതിനുവേണ്ടി ഡെനിറ്റ് സാറ് വർക്കൗട്ടിലാണ് അതിൻ്റെ. സൂര്യകിരൺ ഇനി നമുക്ക് വിൻഡ് മില്ല് കാണാം. ഓക്കെ, ഒരു അപ്ഗ്രേഡേഷൻ. നമ്മൾ 2 തരം പാനൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇത് പറയുന്നത് മോണോപാക്ക് ഹാഫ് കട്ട് പാനൽ എന്ന് പറയുന്നത്. ഇതിനെ പറയുന്നത് ബൈഫേഷ്യൽ എന്ന്. അത് ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത്. ഒരു സോളാർ പവർ പ്ലാന്റ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒന്നല്ല, വളരെ പ്രൊഫഷണലായി എഞ്ചിനീയേഴ്സിന്റെ മേൽനോട്ടത്തിൽ ചെയ്യേണ്ട ഒന്നാണ്. ഞങ്ങൾ തരുന്ന ഉറപ്പ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജെനുവിൻ മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് എഞ്ചിനീയേഴ്സിന്റെ മേൽനോട്ടത്തിൽ വർക്ക് ചെയ്തു കൊടുക്കുന്നു. ഞങ്ങളെ സമീപിക്കുക. താങ്ക് യു. സൂര്യകിരൺ ക്ലീൻ എനർജി. നമ്മളുടെ ഓഫീസ് വരുന്നത് തൈക്കുടത്താണ്, മെട്രോ സ്റ്റേഷൻ അടുത്താണ്. മാത്രമല്ല 24 hours നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമർ സർവീസിന് ഞങ്ങൾ റെഡിയാണ്.